കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയൊരു ഹരിതകർമ്മ സേനയെ വെച്ചുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ മാലിന്യങ്ങൾ ശേഖരിച്ച് ആ മാലിന്യങ്ങൾ തൊട്ടടുത്ത റോഡുകളിലും വീടിന്റെ പറമ്പുകളിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടുന്ന് നായും അതുപോലെ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കൊത്തിവലിച്ച് മാലിന്യങ്ങൾ റോഡിലൊട്ടാകെ വിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പേരാമ്പ്ര പഞ്ചായത്തിലുള്ളത്. ഞങ്ങൾ ഇന്ന് സമരം നടത്തുമ്പോൾ മാലിന്യവുമായാണ് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് സമരവുമായി വന്നത്. എന്നാൽ പേരാമ്പ്ര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2000 ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു, UDFിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. ആ ഭരണസമിതി പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടെ മാലിന്യ പ്രശ്നം പരിഹരിച്ചില്ല എന്ന് പറഞ്ഞ് മാലിന്യം പഞ്ചായത്ത് ഓഫീസിലേക്ക് വലിച്ചെറിയുകയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇന്നിവിടെ പഞ്ചായത്ത് പ്രസിഡന്റായും പഞ്ചായത്ത് മെമ്പറുമായിരിക്കുന്ന CPMന്റെ നേതാക്കൾ. എന്നാൽ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സമര പരിപാടിയിലേക്ക് നീങ്ങിയിട്ടില്ല. ഞങ്ങൾ ഈ മാലിന്യവുമായി പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാണ് വന്ന് സമരം ചെയ്യുന്നത്. ഇത് പഞ്ചായത്ത് ഓഫീസിലേക്ക് വലിച്ചെറിയാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. എന്നാൽ ഞങ്ങൾ പറഞ്ഞത് 2000 മുതൽ 2004 വരെ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭരിച്ച UDFിന്റെ ഭരണസമിതി, അതുവരെ 10-40 വർഷമായി പേരാമ്പ്ര പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത് CPMന്റെ ഉന്നതരായ നേതാക്കന്മാരായിരുന്നു. 2 മുൻ MLAമാരായിരുന്നു, അതുപോലെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നു ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത്. അന്ന് താരതമ്യേന മാലിന്യങ്ങളൊക്കെ കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്തിന് എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. 1985 കാലഘട്ടത്തിൽ പേരാമ്പ്ര പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പേരാമ്പ്ര ഹൈസ്കൂളിന് മുകളിലെ ചേർമലയിൽ 1 ഏക്കർ 85 സെന്റ് സ്ഥലം ഈ ഗ്രാമപഞ്ചായത്ത് ഈ ഉദ്ദേശത്തിന് വേണ്ടി മാത്രം വാങ്ങിയ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ UDF കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും പറഞ്ഞത് ആ സ്ഥലത്ത് ഈ മാലിന്യം സംസ്കരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ്. എന്നാൽ അതുവരെ ഈ പഞ്ചായത്ത് ഭരിച്ച് ഭരണം നഷ്ടപ്പെട്ടത് ആളിളകിയ CPMന്റെ ആളുകൾ ആ ഇൻസിനേറ്റർ സ്ഥാപിക്കാനുള്ള ശ്രമത്തെ അന്ന് ആ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി അവിടെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തുള്ള ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അന്ന് 9 അംഗങ്ങളാണ് UDFിനുള്ളത്, 6 അംഗങ്ങളാണ് CPMനുള്ളത്. അങ്ങനെ 15 അംഗ ഭരണസമിതി തീരുമാനിച്ചു നമ്മുടെ ആ പ്രദേശത്ത് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു പൊതുയോഗം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഈ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പൊതുയോഗം നടത്താൻ തീരുമാനിച്ച് പഞ്ചായത്ത് എത്തുമ്പോൾ CPMന്റെ നേതൃത്വത്തിൽ അവിടെ ഹർത്താൽ ആചരിക്കുകയാണ് ചെയ്തത്. ബോർഡ് യോഗത്തിൽ ഒരു തീരുമാനം പുറത്ത് മറ്റൊരു തീരുമാനവുമായി പോകുന്ന CPM നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 2000 വരെ ഈ പഞ്ചായത്തിൽ അധികാരത്തിലുള്ള ആളുകൾ CPMന്റെ ആളുകളാണ്. ചെറിയൊരു കാലഘട്ടം ഒഴിച്ചാൽ ഇന്നും ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. എന്തുകൊണ്ട് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല? ഇവിടെ സൂചിപ്പിച്ചു പേരാമ്പ്രയുടെ ഹൃദയഭാഗത്ത് പേരാമ്പ്രയിലെ MCF കേന്ദ്രത്തിൽ തീ പിടിച്ചു. MCF കേന്ദ്രത്തിൽ തീ പിടിച്ചതല്ല, തീ കൊടുത്തതാണ്. നേരത്തെ ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. 2000 ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് വരെ പേരാമ്പ്ര പഞ്ചായത്തിലെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്നത് പേരാമ്പ്ര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ്. ഇന്ന് VV ദക്ഷിണാമൂർത്തിയുടെ പേരിൽ ഉണ്ടാക്കിയ ആ കല്യാണ മണ്ഡപത്തിന്റെ ഗ്രൗണ്ടിലാണ് അത്രയും കാലത്ത് മാലിന്യങ്ങൾ കുഴിച്ചുമൂടിയത്. കാരണം മാലിന്യങ്ങൾ കുഴിച്ചുമൂടുന്ന കാര്യത്തിലോ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലോ ശാശ്വതമായ ഒരു നിലപാട് സ്വീകരിക്കാൻ CPMന് ഒരു കാലത്ത് സ്വീകരിച്ചിട്ടില്ല. അധികാരത്തിൽ വരിക, അഴിമതി നടത്തുക, പണമുണ്ടാക്കുക എന്നതിനപ്പുറം ഒരു പദ്ധതിയുമില്ലാത്ത മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പേരാമ്പ്ര ടൗണിന്റെ ഹൃദയഭാഗത്ത് MCF കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. എവിടെയാ? പേരാമ്പ്ര റെഗുലേറ്റഡ് മാർക്കറ്റ് ഗ്രൗണ്ടില്. എന്താ റെഗുലേറ്റഡ് മാർക്കറ്റ് ഗ്രൗണ്ട്? ആ റെഗുലേറ്റഡ് മാർക്കറ്റ് ഗ്രൗണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനമായപ്പോ അതിനെതിരെ പേരാമ്പ്രയിലെ സർവകക്ഷി യോഗം ചേർന്ന് ഇന്ന് ഹൈക്കോടതി കേസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമല്ല. മാത്രമല്ല, പേരാമ്പ്രയിൽ നല്ലൊരു മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് പേരാമ്പ്രയിലെ MCF കേന്ദ്രം സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തത്. ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയോട് പറഞ്ഞു, നിങ്ങൾ ആ തീരുമാനം മാറ്റണം. പേരാമ്പ്ര ടൗണിൽ MCF കേന്ദ്രം സ്ഥാപിക്കരുത്. അത് മാത്രമല്ല, ജനവാസ കേന്ദ്രത്തിൽ സ്ഥാപിക്കരുത്. ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റൊരു തരത്തിൽ സ്ഥാപിക്കാൻ ഞങ്ങൾ സ്ഥലം കാണുന്നില്ല, നിങ്ങൾ സ്ഥലം കാണിച്ചു തരണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് സെക്രട്ടറി പറയാ, അവിടെ കോടതിയുടെ ഉത്തരവുണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കാൻ പാടില്ല.
അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ആരംഭിച്ചൊരു സ്ഥാപനം 49 രൂപക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരു മേള അവിടെ ആരംഭിച്ചു. അത് അവിടെ അംഗീകാരം കൊടുക്കാൻ പാടില്ലെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കോണ വാങ്ങിയാണ് ആ സ്ഥാപനത്തിന് അവിടെ അനുമതി കൊടുത്തത്. അങ്ങനെ അനുമതി കൊടുത്തപ്പോ ഇതിന്റെ കേസ് നടത്തുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പോയപ്പോ ഹൈക്കോടതി പറഞ്ഞു അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് 2 മാസക്കാലത്തേക്ക് അവിടെയുള്ള മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്ന് മെയ് 21-ാം തീയതിയാണ് അടുത്ത കേസ് വെച്ചിരിക്കുന്നത്. ഇന്നാണ് ഹൈക്കോടതി ആ കേസ് വെച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യത്തിൽ വളരെ വ്യക്തമായി 3 പേർ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് വളരെ കൃത്യമായി അവിടെ കാണുന്നുണ്ട്. അതെന്തുകൊണ്ട് തെളിയിക്കാൻ കഴിയുന്നില്ല? കേരളത്തിലെ പോലീസ് തെളിയിക്കുന്ന കാര്യത്തിൽ മോശക്കാരാണ് എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ കേരളത്തിലെ പോലീസിനെ, പേരാമ്പ്രയിലെ പോലീസിനെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ആ മാലിന്യം കത്തിച്ച ആളുകളെ പിടിക്കാൻ ഈ പഞ്ചായത്ത് തയ്യാറായില്ല. നടപടിയാണ് നിങ്ങൾ നഷ്ടം വെച്ചു കൊടുക്കാനുള്ള നടപടി നിങ്ങൾ സ്വീകരിച്ചത്. മാത്രമാണോ നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട ഇന്നർ മാർക്കറ്റിലെ മാലിന്യങ്ങൾ മുഴുവൻ ചീഞ്ഞളിഞ്ഞ് ഇപ്പൊ പച്ചക്കറി ചന്ത നടത്തുന്ന ആ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അത് പരിഹരിക്കാൻ ഒരു നടപടിയും ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നില്ല. ഞങ്ങൾ ഈ പഞ്ചായത്തിനെതിരെ നടത്തുന്നത് ഒരു രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ടുള്ള സമരമല്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും അത്തരത്തിലുള്ള രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ടുള്ള ഒരു സമരം ഞങ്ങൾ നടത്താറില്ല. ഞങ്ങൾ നടത്തിയത് കാര്യകാരണ സഹിതം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. 2 ദിവസം മഴ പെയ്തപ്പോ നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എന്താ? മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ ഒരു സ്ഥലത്തും നടക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തി നടക്കാൻ ഓരോ വാർഡിനും 10,000 രൂപ വീതം അനുവദിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ. ഈ പ്രാവശ്യം സർക്കാരിന്റെ കയ്യിൽ ഒരു നയ പൈസ ഇല്ല, ആ ഫണ്ട് അനുവദിച്ചില്ല. അങ്ങനെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ പേരാമ്പ്രയിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിനും ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നില്ല. പേരാമ്പ്രയിലെ ഓടകൾ വൃത്തിയാക്കുന്നില്ല, കോഴിക്കോട്ടെ ഓടകൾ വൃത്തിയാക്കുന്നില്ല, തിരുവനന്തപുരത്തെ ഓടകൾ വൃത്തിയാക്കുന്നില്ല. മഴക്കാല ശുചീകരണ പരിപാടികൾ ഒന്നും തന്നെ നടക്കുന്നില്ല. കൂട്ടിയിട്ട മാലിന്യങ്ങൾ എടുക്കാൻ ഒരു സംവിധാനവുമില്ല. അങ്ങനെ ഈ മാലിന്യ പ്രശ്നം കൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു ജനതയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതേ കർമ്മസേനയുടെ കണക്കെവിടെയാണ് നിങ്ങൾ വെക്കുന്നത്? CPM-നെ സംബന്ധിച്ചിടത്തോളം തിരിക്കുകയല്ലാതെ കണക്ക് പറയേണ്ട ഒരു സംവിധാനം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഇല്ലാത്തത് കൊണ്ട് ഈ പ്രാവശ്യവും അത് കണക്ക് പറയേണ്ട ഒരു അവസ്ഥയില്ലാത്ത കാര്യം തന്നെയാണ്. ഹരിത കർമ്മസേനയും അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രവർത്തനങ്ങളാണ് പേരാമ്പ്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ ഒരു മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാത്ത ഈ ഗ്രാമപഞ്ചായത്തിനെതിരെ അതിശക്തമായ സമരപരിപാടികളുമായി UDF മുമ്പോട്ട് പോവുകയാണ്.